തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ രോഗികളായ മാതാപിതാക്കളെ കയറ്റാൻ വാഹനം റോഡ് സൈഡിൽ നിർത്തിയതിന് പോലീസ് പിഴ ചുമത്തിയെന്ന് പരാതി. ഡോർ വലിച്ചു തുറന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കാറിൽ കയറിയിരുന്നു എന്നാണ് മലയൻകീഴ് സ്വദേശി പ്രസാദ് നൂർനാടിന്റെ പരാതി. മാതാപിതാക്കളെയും കൊണ്ട് മണിക്കൂറുകളാണ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. അനധികൃതമായി കാർ പാർക്ക് ചെയ്ത് CCTV ദൃശ്യങ്ങളിലുണ്ടെന്നും കാർ മാറ്റാൻ ഉടമ തയ്യാറായില്ല എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരെ ഞാൻ ഇരുന്നുണ്ട്. ഇവിടെ തമ്പാനൂര് അച്ഛനും അമ്മയെ കയറ്റാൻ ആശുപത്രി പോയിട്ട് വന്നവരാ. അച്ഛനും അമ്മയെ കയറ്റാൻ വന്നാണ്. അച്ഛനും അമ്മയെ കയറ്റാൻ വന്നതാണ്. അപ്പൊ പുള്ളിക്ക് പെറ്റി അടിക്കണം. എന്താ അച്ഛന് സ്റ്റേഷനില്, അമ്മയെ സ്റ്റേഷനില്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, എന്താണ് സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നതിൽ വാസ്തവമുണ്ടോ? പോലീസ് ഒരു വിശദീകരണം നൽകുന്നുണ്ട്, അത് നമ്മൾ കേട്ടു. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിലൊരു വിശദീകരണം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആയി തന്നെ. എന്താണ് സംഭവിച്ചത് മേഘന? അതിൽ പ്രധാനമായും അനാവശ്യമായി നിർത്താത്ത വാഹനത്തിന് പിഴയെടുത്തു. അതുപോലെ തന്നെ മോശമായി പോലീസ് പെരുമാറി എന്നുള്ളതായിരുന്നു മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള പ്രസാദ് നൂർനാടിന്റെ പരാതി. ഇത് ആ ഒരു പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് അതിലൊരു വിശദീകരണമായി വരുന്നത്, അത് ഫേസ്ബുക്കിലൂടെ അടക്കം ഒരു വീഡിയോയിൽ തന്നെ ഈ വിശദീകരണം പോലീസ് നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഇങ്ങനൊരു സംഭവം, അല്ലെങ്കിൽ ഈ പരാതി എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതിനോടൊപ്പം ഒരു CCTV ദൃശ്യം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കാർ, ഈ നിർത്തിയില്ല എന്ന് പറഞ്ഞ കാർ, അല്ലെങ്കിൽ പാർക്ക് ചെയ്തില്ല എന്ന് പറയുന്ന കാർ CCTV ദൃശ്യങ്ങളിൽ 5 മിനിറ്റ് നേരം നിർത്തിയതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ 1ഉം 2ഉം തവണ അദ്ദേഹത്തോട് കാർ മാറ്റാൻ പറയുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷമാണ് ഈ കാർ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. കൂടാതെ അതിൽ പ്രധാനമായും പറയുന്നത് ഇവിടെ ഒരു നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായി തന്നെയാണ് തിരക്കുള്ള തമ്പാനൂർ പോലുള്ള പ്രദേശത്ത് ഈ വാഹനം പാർക്ക് ചെയ്തത്. അതൊരു വാർണിംഗ് ആയി 1ഉം 2ഉം തവണ പോലീസ് പറഞ്ഞിട്ടും അത് കാർ ഉടമ അനുസരിച്ചില്ല. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായത്. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പെറ്റി അടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ പക്ഷേ ഇപ്പോഴും ഈ പരാതിക്കാരൻ പറയുന്നത് ഈ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയും ചെയ്യുന്നത് അവിടെ മോശമായി പെരുമാറി അനധികൃതമായി ഒരു പിഴ ചുമത്തി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ആ ആരോപണങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രസാദ് നൂർനാടിന്റെ പരാതി അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിൽ ഒരു നിയമലംഘനം കണ്ടു തന്നെയാണ് പോലീസിന്റെ നടപടി. അതിൽ 1ഉം 2ഉം തവണ ആദ്യം ഒരു വാർണിംഗും നിർദ്ദേശവും ഒക്കെ കൊടുത്തതാണ്. പക്ഷേ അത് ലംഘിക്കപ്പെട്ടപ്പോഴാണ് പിന്നീടുള്ളൊരു നടപടി ഉണ്ടായതെന്നും പോലീസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ അടക്കം പങ്കുവെച്ച് വിശദീകരിക്കുന്നുണ്ട്. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.